بسم الله الرحمن الرحيم. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും ഒരിക്കൽ ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെയവർ യാത്രാമധ്യേ വിശ്രമിക്കാനും ക്ഷീണമകറ്റാനുമായി ഇടയ്ക്കവർ ഒരിടത്ത് തമ്പടിച്ചു. ചിലരെല്ലാം യാത്രാക്ഷീണം കൊണ്ട് തളർന്നുറങ്ങി. ചിലരാകട്ടെ വെറുതെ മലർന്നു കിടന്നു. മറ്റു ചിലർ അവിടെവിടെ കൂട്ടം കൂടിയിരുന്ന് കളിത്തമാശകൾ പറഞ്ഞു രസിച്ചു. പക്ഷേ പ്രവാചകൻ മാത്രം പരിസരം സുരക്ഷിതമാണോ, കാര്യങ്ങളൊക്കെ ഭദ്രമാണോ എന്നെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ അധികം അകലെയല്ലാത്ത ഒരിടത്ത് തീ കത്തുന്നു. സഹയാത്രികരിലാരോ തണുപ്പ് സഹിക്കാഞ്ഞ് തീ കായുകയാണ്. പ്രവാചകൻ അയാളോട് ലോഹ്യം പറയാനായി അങ്ങോട്ട് നടന്നു. അപ്പോൾ യാദൃശ്ചികമായി പ്രവാചകന്റെ ശ്രദ്ധ ഒരിടത്ത് പതിഞ്ഞു. ഒരു മൺപുറ്റ്, അതിൽ നിറയെ ഉറുമ്പുകളാണ്. പരിശ്രമശാലികളായ ഉറുമ്പുകൾ മൺകൂനയ്ക്ക് ചുറ്റും പല പല ജോലികളുമായി ഓടി നടക്കുന്നു. ഒരു പറ്റം ഉറുമ്പുകൾ ദൂരെ ഒരിടത്തു നിന്നും ജാഥയായി അങ്ങോട്ട് പോകുന്നുമുണ്ട്. ഉറുമ്പുകൂനയ്ക്കും അതിനോടടുത്തുകൊണ്ടിരിക്കുന്ന ജാഥയ്ക്കും നടുവിലായാണ് തീ കത്തുന്നത്. ഉറുമ്പിന്റെ ജാഥ തീയിനോടടുത്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ കണ്ടു. അല്പം സമയം കൂടി കഴിഞ്ഞാൽ അവയെല്ലാം തീയേറ്റു ചത്തു ചാമ്പലാകും. പ്രവാചകന് വളരെ സങ്കടം തോന്നി. നിസാര ജീവികളാണെങ്കിലും ദൈവത്തിന്റെ അരുമ സൃഷ്ടികളാണല്ലോ ആ ഉറുമ്പുകളും. പെട്ടെന്ന് പ്രവാചകൻ ഉറക്കെ ചോദിച്ചു, ആരാണ് ഇവിടെ തീ കത്തിക്കുന്നത്? അപ്പോൾ അവിടെയിരുന്ന ആ മനുഷ്യൻ പരിഭ്രമിച്ചെഴുന്നേറ്റു നോക്കിയപ്പോൾ മുന്നിൽ പ്രവാചകൻ. അയാൾ പറഞ്ഞു, ഞാനാണ് തിരുദൂതരെ, എന്താണ് സംഗതി? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സംഗതി എന്തുമാകട്ടെ, ആദ്യം തീ കെടുത്തുക, വേഗം. അയാൾ ഉടൻ തന്നെ കൽപ്പന അനുസരിച്ചു. കട്ടിയുള്ള ഒരു വലിയ പുതപ്പ് കൊണ്ട് തല്ലിക്കെടുത്താൻ തുടങ്ങി. തീജ്വാലകൾ പത്തി താഴ്ത്തി അപ്രത്യക്ഷമായി. പ്രവാചകൻ ദൈവത്തിനു സ്തുതി എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ നടന്നകന്നപ്പോൾ അനുയായി സംഗതി എന്തെന്നറിയാൻ ചുറ്റും നോക്കി. ഇതിനകം തീയിട്ട സ്ഥലത്തിനടുത്തെത്തി. അപ്പോൾ ചിതറത്തുടങ്ങിയ ഉറുമ്പുജാഥ അയാൾ കണ്ടു. നിസ്സാര ജീവികളായ ഉറുമ്പുകളുടെ ജീവന് പോലും ഇത്രമാത്രം വില കൽപ്പിക്കുന്ന പ്രവാചകനെ കുറിച്ച് അയാൾക്ക് ഏറെ മതിപ്പ് തോന്നി. കൂട്ടുകാരെ, ഇന്നത്തെ ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ദൈവത്തിന്റെ അരുമ സൃഷ്ടിയാണ് ഉറുമ്പുകളും. അതിനാൽ നിസ്സാര ജീവികളായ ഉറുമ്പുകളുടെ ജീവന് പോലും വില കൽപ്പിക്കുക.